എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ടെന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേ. ഹായ് ഹലോ ചങ്കുമുത്തുമണികളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക. ലൈക്കിനടുത്തത് ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണാം, അതുകൂടി ഇത് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ ചങ്കളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേണു സുധി വിത്ത് കിച്ചു. ഇന്നലെ കിച്ചു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുധിക്കെതിരെ. രേണു സുധിക്കെതിരെ എന്നല്ല, രേണുവിനെ കാണാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു വീഡിയോ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ. ആ വീഡിയോയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് കിച്ചു രംഗത്ത് വന്നിരുന്നു. ഞാൻ കാണാൻ പോകാത്തതല്ല, ഇന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തത്. അപ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രേണു രംഗത്ത് വന്നിട്ടുണ്ട്. രേണു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ പൊന്നിടാവേ, സഹിക്കാൻ പറ്റത്തില്ല. അത് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നാടകീയമായ കാര്യങ്ങളാണ് വിവരിക്കുന്നതെന്നും എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ. അതിനൊക്കെ നമ്മുടെ കയ്യിൽ തെളിവുകൾ തന്നെയുണ്ട്, ചിട്ടമായ മറുപടികളുണ്ട്. കാരണം രേണു പറയുന്നതൊക്കെ എത്രത്തോളം ശുദ്ധമായ കള്ളത്തരമാണെന്നുള്ളത് നമുക്ക് പച്ചവെള്ളം പോലെ സത്യമാണ്. കാരണം ഇതൊക്കെ കിച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രേണു ഇപ്പൊ എടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതെന്തോ ആവട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവന്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു, വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെ, കിച്ചുവിന്റെ പേര് രാഹുൽ ദാസ് എന്നാണ്. ഇനിയിപ്പോ രേണു പറഞ്ഞിട്ടാണ് അറിഞ്ഞെന്ന് വേണ്ട, അവന്റെ പേര് രാഹുൽ ദാസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ രേണുവിന്റെ പേരെന്താ? രേണു എന്നാണോ? നിന്റെ പേര് രേഷ്മ തങ്കച്ചൻ എന്നാണ്. അത് മറന്നുപോയോ? രേണു സുധി എന്നല്ല. രേണു സുധി എന്ന് നീ കല്യാണം കഴിച്ച് വന്ന ശേഷം ഉണ്ടാക്കിയ പേരല്ലേ. നിന്റെ പേര്, ഒറിജിനൽ പേരെന്ന് പറയുന്നത് രേഷ്മ തങ്കച്ചൻ. രേണു സുധി എന്നുള്ള ലേബലിലാണ് നീ മുന്നിൽ വന്നതും ആൾക്കാരായിട്ട് അറിയപ്പെട്ടതും. ആ സുധി എന്നുള്ള പേര് ചേർത്തത് കൊണ്ട് മാത്രം ഇന്ന് നിന്നെ ആൾക്കാർ അറിഞ്ഞു. അല്ല, രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും അറിയത്തില്ല. അത് നിനക്കറിയാം, അതുകൊണ്ട് സുധീരെ പേര് ചേർത്തു. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവന്റെ ഈ പേരിനെ പറ്റി പറഞ്ഞത്, പിന്നെ അവന്റെ കേസിനെ പറ്റി പറയുന്നത്, അതൊക്കെ മുന്നേ അവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവന്റെ മുന്നേ ഉള്ള ഫാസ്റ്റായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും, അവൻ അഡിക്റ്റ് ആയിട്ടിനെ പറ്റിയും, ലഹരിയിൽ അഡിക്റ്റ് ആയതിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവൻ തന്നെ മുന്നിൽ വന്നൊരു വീഡിയോ ചെയ്ത് നാട്ടുകാരെ മൊത്തം അറിയിച്ചതാണ്. ഇന്ന് അവൻ എങ്ങനെ ജീവിക്കുന്നുണ്ട് നോക്കണം. ഇപ്പൊ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ നല്ല രീതിക്ക് പോകുന്നു. അവന് നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട്, നിനക്ക് കിട്ടുന്നതിനേക്കാൾ പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. അത് പോരാതെ അവര് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ആവശ്യത്തിലധികം കാശ് അവന്റെ കയ്യിൽ വരുന്നുണ്ട്. ഇത് നിനക്ക് ഇഷ്ടമല്ല. ഇതാണ് നിന്റെ പ്രശ്നം. ഇപ്പോൾ അവൻ നിന്റെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ മാറിപ്പോയ ഒരാളാണ്. അവനെ നീ തന്നെയാണ് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. വീണ്ടും ഇപ്പൊ ഒരു വീഡിയോ ചെയ്തെന്ന് നീ പറയുന്നുണ്ടല്ലോ. ഈ വീഡിയോ ചെയ്തത് കാരണം എന്തുകൊണ്ടാണ്? നീ തന്നെയാണ്. ഇത്രയും നാൾ നിന്റെ കാര്യങ്ങൾ മിണ്ടുന്നില്ല, ഇണങ്ങുന്നില്ല, പിന്നെ എന്തിന് നിന്റെ അടുത്ത് വന്നു, നിന്റെ അടുത്ത് അതിന് സംസാരിച്ചു നീ ചോദിച്ചല്ലോ. അപ്പോഴ് അത് എന്തുകൊണ്ട് ചോദിച്ചു? എന്തുകൊണ്ട് മിണ്ടുന്നില്ലായിരുന്നു? അതിനൊക്കെ കാരണക്കാരി നീയല്ലേ. പക്ഷെ മിണ്ടാതിരുന്ന ആളിനെ ഇപ്പൊ ഈ രംഗത്ത് കൊണ്ടൊന്ന് മിണ്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയതാരാ? അത് നീയല്ലേ. കാര്യം നിനക്ക് അസുഖമാണ്, എന്നെ കാണാൻ വരുന്നില്ല എന്നും പറഞ്ഞ് നീയല്ലേ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തത്. അത് കാരണമല്ലേ മറ്റുള്ളവരെ ഏറ്റുപിടിച്ചു. മറ്റുള്ളവരെ ഏറ്റുപിടിച്ചത് കൊണ്ടാണല്ലോ അതിനെ പ്രതികരിച്ചുകൊണ്ട് കിച്ചു രംഗത്ത് വന്നത്. അപ്പൊ നിന്റെ ഇരട്ടത്താപ്പ് നയത്തിന് പ്രശ്നമില്ല, മറ്റൊരു ചെയ്താണ് കുഴപ്പം അല്ലേ? ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയില്ല, അതിന്റെ വീഡിയോ അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു.
അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. മനസ്സിലായല്ലോ? അതെ അതെ, കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കിച്ചുവിന് അറിയില്ലായിരുന്നു നീ ഇതുപോലുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ നാക്കിട്ട് ചെയ്യും ഇത് കാണിക്കുന്ന വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത്? അവൻ പ്രതികരിച്ചില്ലേ? ആ സമയത്ത് പ്രതികരിച്ചില്ലേ? ഇല്ലേ? ആ സമയത്ത് പ്രതികരിച്ചില്ലേ? ഇതിന് മുമ്പ് പലതും കാണിച്ചു. അവന്റെ കൂട്ടുകാരുടെ വീടുകളിൽ പോകുമ്പോൾ കൂട്ടുകാരന്റെ അമ്മമാര് ചോദിക്കും, നിന്റെ അമ്മ എന്താ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ, നിന്റെ അമ്മയടുത്ത് പറയാത്തത് എന്താ എന്നൊക്കെ ചോദിച്ച് പല പ്രാവശ്യങ്ങളിലും അവന് തലകുനിഞ്ഞ് നിൽക്കേണ്ടി വന്നു. പലരുടെ വീടുകളിലും കൂട്ടുകാരുടെ വീടുകളിൽ പോകാതായി, പല കൂട്ടുകാരടുത്തും സഹകരിക്കാതെ മാറി നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ മുന്നേ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു കേട്ടിട്ടുണ്ടാവോ? കേട്ട് കാണുമായിരിക്കുമല്ലേ? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നീ കാരണം നീ ചെയ്യുന്ന പ്രവൃത്തി കാരണം നിനക്ക് മാത്രമല്ല ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിന്റെ ഫാമിലിയിൽ നിന്റെ മകനെന്ന് നീ പറയുന്ന ഈ കിച്ചുവിനും ബാധിക്കും, ഋതപ്പനും ബാധിക്കും, മറ്റുള്ളവർക്കും ബാധിക്കും നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. അത് ആദ്യം നീ മനസ്സിലാക്കുക കേട്ടാ. എന്നിട്ട് വായ്ത്താളടിക്കുക. ഇതൊന്ന് ജന്മം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പം എൻ്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 180. നിങ്ങൾ കണ്ടോ? എന്ത് വിചിത്രമാണല്ലേ രേണു ഇപ്പൊ പറഞ്ഞത്. എന്റെ മോനെ കിച്ചു, നിന്നെ ഞാൻ കാണിച്ചിട്ടാണ് കഥ. കിച്ചു അറിയാതെ രേണു ഒരു കാര്യവും ചെയ്യാറില്ല. പിന്നെ അതുപോലെ രേണു സുധി എന്ന് പറയുന്ന രേണു നമ്മുടെ കിച്ചുരോട് പറഞ്ഞിട്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നും ആദ്യമൊക്കെ കാണിച്ചു എന്നും ആയിരിക്കാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. രേണു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ രേണു, സബ്സ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന രേണു എന്താ ഉദ്ദേശിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ ഇൻസ്റ്റാഗ്രാം തന്നിരിക്കുന്നത് എന്താണെന്നാണ് രേണു വിചാരിച്ചിരിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ വഴി രേണു വിചാരിക്കുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. രേണു എന്നല്ല, രേണുവിനെ പോലെ കുറെ പേര് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയല്ല സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ എന്നുള്ള ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കുന്ന കാര്യം എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇപ്പൊ ഈ രേണു തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിമിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കാം എന്നുള്ളതായിരിക്കും കിച്ചുവും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കിച്ചു അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഓക്കെ ഗുഡ്, പ്രശ്നമില്ല എന്ന് ചിന്തിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിര് കടന്ന് വേറെ രീതിയിൽ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ താക്കീത് തന്നു. മനസ്സിലാവുന്നുണ്ടാ? അതിര് കടന്ന് വേറെ രീതിയിലേക്ക് വീഡിയോകൾ പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ കിച്ചു എന്ത് ചെയ്ത് താക്കീത്. ആ താക്കീത് കണ്ടപ്പോഴാണ് നീ പറഞ്ഞത് 2-2.5 ലക്ഷം രൂപ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പൈസ വന്ന് കയറി തുടങ്ങിയപ്പോൾ നിന്റെ കണ്ണിൽ മഞ്ഞൾ കയറി. അപ്പൊ നീ എന്ത് ചെയ്ത്? അവൻ പറയുന്നത് കേൾക്കാൻ ഒരു ഇതും കാണിച്ചില്ല. അല്ലാതെ നീ കിച്ചുവിനെ മാത്രം ഇത് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. കിച്ചുവിനോട് പറഞ്ഞു ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ കിച്ചു സമ്മതിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു, 150, 500, 600 ഇതൊക്കെയാണല്ലോ അയച്ചു കൊടുത്തത്. അല്ലെ വലിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ. ഇതിന് മുന്നേ ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ നീ ഇതുപോലെ ചാറ്റ് പുറത്ത് വന്നതാണ്, ചാറ്റ് കാണിച്ചതാണ്. അപ്പോൾ അതിലും പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്. 100, 200, 300, 400 ഈ കണക്കിനാണ് അവൻ അയച്ചു കൊടുത്തിരിക്കുന്നത്. അല്ല നീ പറയും പോലെ ലക്ഷക്കണക്കിന് നീ അതിൽ നിന്ന് 2.5 ലക്ഷം ഉണ്ടാക്കിയിട്ട്
ഈ 2 ലക്ഷം അവൻ അയച്ചു കൊടുത്തായിട്ടൊന്നും തെളിവൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. കിച്ചുവിട്ട് പറഞ്ഞിട്ടുമില്ല, നീയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഡയലോഗൊന്നും വേണ്ട. പിന്നെ ഈ കിച്ചുവിനോട് പറഞ്ഞിട്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നുള്ള ആ ഡയലോഗ് ഉണ്ടല്ലോ, അത് പച്ച കള്ളത്തരമാണ്. മനസ്സിലായോ? ഒരു പക്ഷെ അങ്ങനെ തുടങ്ങിയെങ്കിലും കിച്ചു എന്ന് വിചാരിച്ചിരിക്കും നമ്മളെല്ലാരും കാണുന്ന പോലെ മാന്യമായിട്ടുള്ള വീഡിയോകളായിരിക്കും എന്നുള്ള ചിന്തയിൽ ചെയ്തു. പക്ഷെ നീ അതിൽ കടന്നപ്പോൾ അതിനുള്ള മറുപടിയും അവൻ അതിൽ തന്നിരുന്നു. പക്ഷെ അത് നീ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് എന്റെ കാര്യം. മനസ്സിലാകുന്നുണ്ടാ? ബാക്കി കൂടി കേൾക്കാം. എന്നെ വെറുതെ വിട് കിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചുവിനെ പറ്റി പറയുമ്പോ ഇപ്പൊ രേണു പറയുന്നുണ്ടല്ലോ, എന്നെ വെറുതെ വിട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, രേണുവിനോട് സംസാരിക്കാതെയും രേണുവിന്റെ കാര്യങ്ങളിൽ ഇടപെടാതെയും കിച്ചു മാറി നിന്ന ഒരാളല്ലേ? ഇപ്പൊ എത്രയോ മാസങ്ങളായിട്ട് കിച്ചു നിന്റെ കൂടെ സംസാരിക്കുക, നിന്റെ വീട്ടിൽ താമസിക്കുന്നില്ല, നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല, ഒരു കാര്യത്തിലും ഇല്ലാതെ ഈ സബ്സ്ക്രിപ്ഷനെ പറ്റി വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആ വീഡിയോയ്ക്കെതിരെ നിന്റെ അടുത്ത് സംസാരിച്ച് നിനക്ക് മെസ്സേജ് അയച്ചപ്പോൾ നിനക്ക് 2.5-3 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് എനിക്കത് തുടർന്നേ വെക്കൂ എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയ സമയത്ത് നിന്റെ ഒരു കാര്യത്തിലും ഇടപെടാതെ മാറി നിന്ന ഒരാളാണ് ഈ കിച്ചു, അല്ലേ? ഇപ്പൊ നിനക്ക് ഈ അസുഖം സ്ഥിരീകരിച്ച്, ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച്, ക്യാൻസർ രോഗം ആയതിനു ശേഷം നിന്നെ കാണാൻ വന്നില്ല, നിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ല, നിന്നെ ഒരു നോക്ക് കണ്ടില്ല, ഞാൻ 11 വയസ്സ് മുതൽ വളർത്തിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് മെസ്സേജ് ഇട്ട് ആൾക്കാരെ മുന്നിൽ കോമാളിയാക്കാൻ ശ്രമിച്ചതാരാ കിച്ചുവിനെ? കിച്ചു ആണോ? നീയല്ലേ വന്ന് മെസ്സേജ് ഇട്ടതും, നീയല്ലേ വന്ന് കമന്റ് ഇട്ടതും, നീയല്ലേ വന്ന് വീഡിയോ ചെയ്തതൊക്കെ? വീഡിയോ ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിച്ച് എന്റെ കിച്ചു എന്നെ വന്ന് കണ്ടില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഓരോന്ന് പറഞ്ഞിട്ട്, അപ്പൊ കിച്ചു രംഗത്ത് വന്ന് നിനക്കെതിരെ പ്രതികരിച്ചപ്പം നിനക്ക് കൊണ്ടുപോയോ? ഇപ്പൊ നീ പറയുന്നത് നിന്നെ വെറുതെ വിടന്ന്. നീ അവനെ വെറുതെ വിട്. അവനെ വെറുതെ വിട്ടാൽ അവൻ നിന്റെ അടുത്ത് വരത്തില്ലല്ലോ. ഇന്നലെ തന്നെ ഒരു വീഡിയോയിൽ അവൻ എന്താണ് പ്രതികരിച്ചത്? സബ്സ്ക്രിപ്ഷൻ വഴി നിന്റെ അമ്മയെ നീ എന്തുകൊണ്ട് കാണുന്നില്ല എന്നും പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോക്കെതിരെയാണ് അവൻ പ്രതികരിച്ചത്. അവൻ ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ ഒരു വീഡിയോ കൂടി. എന്ത് വീഡിയോ? മാന്യമായിട്ടിരിക്കുന്ന വീഡിയോ ആണോ അത് ഉൾപ്പെടുത്തിയത്? അല്ലല്ലോ. നീ സബ്സ്ക്രിപ്ഷൻ കാണിച്ചുകൊണ്ട്, സബ്സ്ക്രിപ്ഷൻ വഴി പൈസ വാങ്ങിക്കൊണ്ട് തുണിയഴിച്ചാടുന്ന വീഡിയോ അല്ലേ അതിൽ കാണിച്ചത്, അല്ലേ? അപ്പോ ഒരു മോനെന്ന് നീ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നീ വളർത്തിയെന്ന് അവകാശപ്പെടുന്ന മോന് കാണാൻ പറ്റാത്ത വീഡിയോ ആയതുകൊണ്ടാണല്ലോ അവൻ നിന്റെ അടുത്ത് പറഞ്ഞ ഈ പരിപാടി വേണ്ട, ഇത് നിർത്ത് എന്ന്. അപ്പൊ നിനക്ക് 2.5-3 ലക്ഷം രൂപയാണ് വലുത്. അപ്പൊ നിന്റെ മാനം നോക്കിയില്ലേ? ഇപ്പൊ അസുഖം വന്നപ്പോഴത്തേക്ക് ഇപ്പൊ മോൻ വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതിയും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവന്റെ തലയെ കൊണ്ടുവയ്ക്കണം. നീ അവനെ വെറുതെ വിട്ടാൽ മതി, അപ്പൊ പ്രശ്നങ്ങളില്ല. പിന്നെ പറയുന്നുണ്ട്, കിച്ചു നിനക്കും എനിക്കും അറിയാന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ലൈഫിനെ തന്നെ ബാധിക്കുമെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ഇവിടെ ഉള്ള ആരെങ്കിലും നിന്റെയോ കിച്ചുവിന്റെ ലൈഫിലോ അല്ലെങ്കിൽ നിന്റെ തങ്കച്ചന്റെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ ലൈഫിലോ ആരെങ്കിലും വന്ന് ഇടപെടുന്നുണ്ടോ? നിങ്ങളുടെ കാര്യം ചെയ്തിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? നിങ്ങളല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന്, കിച്ചുവിനെയും പറയണ്ട, നീയല്ലേ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങനെയല്ലേ നിങ്ങളുടെ കാര്യങ്ങൾ പുറത്തറിയുന്നത്? അല്ല, നിങ്ങൾ പറയാതെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നില്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ പുറത്തു വിടുന്നത്. എന്നിട്ട് പിന്നെ ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? കിച്ചുവിനെയോ? അതെ കണ്ടോണ്ടിരിക്കുന്ന നമ്മളെയോ? അത് റിയാക്ട് ചെയ്യുന്നവരെയോ? അത് കമന്റ് ഇടുന്നവരെയോ? ബാക്കിയൂടെ കേക്ക്. ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്.
നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുത്തോ? നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അബദ്ധ ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, അതെ, ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരുത്തല്ലേ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ രേണുവിന്റെ ഈ അസുഖം മാറി രേണു രംഗത്ത് വരണം എന്ന് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥന. പക്ഷെ രേണു ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറയാം, ഇപ്പം ഈ അസുഖമായിരിക്കുന്ന സമയത്ത് ഇപ്പൊ നിനക്ക് ICUലൊക്കെ ആയിരുന്നു, ICUന്നൊക്കെ പുറത്തിറങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പൊ കിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്ത കാര്യമാണല്ലോ അവൻ പുറത്ത് കാണിച്ചത്, അല്ലേ? അവൻ കള്ളത്തരമൊന്നും ചെയ്തില്ല, അവൻ പ്രതികരിച്ചത് കാര്യമായിട്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നിനക്ക് അത്രയും അസുഖമായിരിക്കുന്ന നീ ഈ പാതിരാത്രി, ഇന്നലെ രാത്രിയാണല്ലോ ഈ കാണിച്ചിരിക്കുന്നത്, ഈ പാതിരാത്രി നിനക്ക് ഇത്രയും രോഷമായിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? നീ തന്നെ പറയുന്നുണ്ട് നിനക്ക് തല ഭയങ്കര പെരുപ്പാണ്, ശരീരം മൊത്തം വലിയുന്നുണ്ട്, വേദനയാണ്, ക്യാൻസർ ആണെന്ന് എടുത്തെടുത്തെടുത്ത് ക്യാൻസറിനെ പറ്റി പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഈ അസുഖം നിനക്ക് നിന്റെ ശരീരം നോക്കണമെന്ന് നിനക്കറിയില്ലേ? അപ്പൊ ഇതുപോലെ വീഡിയോ വന്ന് ചെയ്ത് ആൾക്കാരുടെ മുമ്പ് വന്ന് കാണിച്ചെന്താണ്? സിമ്പതിക്ക് വേണ്ടിയാണോ? അത് നീ നല്ലവളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ പാതിരാത്രി എന്നെ വീഡിയോ ചെയ്തത്? അപ്പൊ അതൊന്നല്ല കാരണം. നിനക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നിന്റെ ജീവിതമില്ല, നെഗറ്റീവ് ഇല്ലെങ്കിൽ നിനക്ക് ഇല്ല. നിന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. കുറെ നാള് നിനക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഒരാൾ നിന്റെ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. കാരണം അസുഖമാണല്ലോ, വെറുതെ ഇനിയിപ്പോ അതിനെപ്പറ്റി ചർച്ച വേണ്ട, നിന്നെപ്പറ്റി ആരും വിമർശിക്കണ്ട, നിന്നെപ്പറ്റി ആരും കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട എന്ന് വെച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോഴും തിരിച്ച് ചെയ്യാത്തത് എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, ചെയ്യാതെ വിട്ടതാണ്. അപ്പോഴും നിനക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ എന്നെ എല്ലാവരും മറന്നുപോകും, ആരും എന്നെ മൈൻഡ് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോൾ നീ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ തിരിച്ചു വന്ന് നീ അസുഖമായിരിക്കുന്ന സമയത്തും വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവരും വീണ്ടും നിനക്കെതിരെ തിരിഞ്ഞു തുടങ്ങി. ഓരോ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയുടെ കമന്റുകളിൽ നിന്ന് വായിച്ചു നോക്കണം, എത്ര പേര് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ ചീത്ത വിളിച്ചോണ്ടാ വീഡിയോ കമന്റുകൾ ഇടുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? നീ എന്നൊരു വ്യക്തിത്വം ഇല്ല നിനക്ക്, അത് വേറെ വിഷയം. വാ തുറക്കുന്നതേ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ്. നീ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണത്. മനസ്സിലാവുന്നുണ്ട? പിന്നെ നീ പറഞ്ഞ ചത്താല് നിന്നെ കാണാൻ വരണ്ട, നിനക്ക് റീത്ത് വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ താല്പര്യമില്ല, പിന്നെയല്ലേ നീ ചത്ത വരണത്. പിന്നെ അതവന് വരണോ വരണ്ടേ എന്നുള്ള അവന്റെ ചിന്ത. പിന്നെ അവന്റെ വീടാണത്, അവിടെ വരണ്ടെന്ന് പറയുന്നത് നിനക്കൊരു അധികാരമില്ല. അവനും ഋതപ്പൻ എന്ന് പറയുന്ന സുധിയുടെ നിന്നിലുണ്ടായ ഒരു മകനുമാണ് ഋതപ്പൻ. ഈ ഋതപ്പൻ എന്ന് പറയുന്ന അവനും നമ്മുടെ കിച്ചുവിനുമാണ് ആ വീട്ടിലധികാരം, നിനക്കൊരധികാരമില്ല അവിടെ. ആ വസ്തുവും വീടും അവന് വേണ്ടി അവരെ മക്കൾക്ക് വേണ്ടി കൊടുത്തതാണ്, സുധിയുടെ മക്കൾക്ക് വേണ്ടി കൊടുത്തതാണ്. മനസ്സിലായ? നീ രണ്ടാമത് വിവാഹം കഴിച്ചാണ് സുധിയെ, അല്ല നീ ആദ്യത്തെ വിവാഹമൊന്നും അല്ല. നിനക്ക് ആദ്യത്തെ വിവാഹത്തിൽ മക്കൾ ഉണ്ടായില്ല എന്നത് മാത്രം സത്യം. നീ പറഞ്ഞത് ഇതെന്റെ ആദ്യത്തെ വിവാഹമാണെന്നൊക്കെ ഇപ്പറ്റി TV ചാനലിലൊക്കെ വന്ന് നീ പറഞ്ഞ് വിളംബരം കാണിച്ചതാണ്. പക്ഷെ നിന്റെ ആദ്യത്തെ ഹസ്ബൻഡിനെ രംഗത്ത് കൊണ്ടുവന്നപ്പോൾ നീ പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ നീ പല കള്ളങ്ങളും പറഞ്ഞു തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നതും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്. ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ കിച്ചുവിന്റെ കാര്യങ്ങൾ, കിച്ചു മുന്നേ ഈ കൊല്ലത്ത് പോയി നിന്നതിനെ പറ്റിയൊക്കെ കിച്ചു മുന്നേ സംസാരിച്ചിട്ടുണ്ട്. നീ പറഞ്ഞല്ലോ കൊല്ലത്ത് വിളിച്ചപ്പോൾ വീട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനെപ്പറ്റിയൊക്കെ കിച്ചു മുന്നേ തന്നെ വീഡിയോ ആയിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ സ്റ്റോറികൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണം. അത് പറഞ്ഞതിന് ശേഷമാണല്ലോ നീ അവന്റെ എതിരെ തിരിഞ്ഞത്. അവൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. നീ അവനെ, കിച്ചുവിനെ നമ്മുടെ സുധിയുടെ കയ്യിൽ നിന്ന് അടിച്ചു പിരിച്ചുവിടാൻ വേണ്ടി നീ പല കളിയും കളിച്ചതല്ലേ? ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റൂ? അപ്പൊ അതുപോലെ ഒരുപാട് കള്ളത്തരങ്ങൾ നീ കാണിച്ച് അതെല്ലാം അവൻ പുറത്തു പറഞ്ഞു. അതിനുശേഷം നിനക്ക് അവനെ കണ്ടുകൂടാ. അതാണ് അതിൽ സംഭവിച്ചത്. ബാക്കി കൂടി കേട്ടുപോകാം.
പുറത്തുവിടത്തില്ല മോനെ, ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പോൾ ആരുമില്ലായിരുന്നു മോന്. മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പത്തെ ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവരാരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിരിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. രേണു, നീ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നീ എന്തുവാ രേണു ഇങ്ങനെ? നിന്നെ വെറുതെ വിട്, നിന്നെ വെറുതെ വിട്ടതാണല്ലോ. നീ അല്ലേ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നേ. ആ പാവപ്പെട്ട ചെറുക്കൈ അവന്റെ കാര്യം നോക്കി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി, ഉദ്ഘാടനവും കാര്യങ്ങളും ആയിട്ടൊക്കെ അവന്റെ കാര്യം നോക്കി ജീവിക്കുകയല്ലേ. നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, നിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, നിന്റെ ഒരു കാര്യത്തിൽ നിനക്ക് വയ്യാതെ കിടന്നിട്ട് പോലും നിന്നെ കാണാൻ പോലും വന്നില്ല. കാരണം അവൻ മനസ്സ് മടിച്ചിട്ട് അവനെ നിന്നെ കാണാൻ പോലും താല്പര്യമില്ല. അതിനു പോലും വരാതിരുന്ന അവനെ നീയല്ലേ തോണ്ടി 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 വിളിച്ചതും പ്രശ്നം ഉണ്ടാക്കിച്ചതും. എന്നിട്ടിപ്പോ നിന്നെ വെറുതെ വിടുന്ന എവിടത്തെ ന്യായമാണിത്? ഒരു മര്യാദ വേണ്ടേ ഏതിനും? നിനക്ക് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഇല്ലാതെ നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് വിമർശനങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നിന്റെ സ്വഭാവം അതായിപ്പോയി. എന്നിട്ട് ബാക്കിയുള്ളവരെ ക്രൂശിക്കൊണ്ട് കയറ്റുന്ന പരിപാടി നിർത്ത്. നിനക്ക് അസുഖമല്ലേ, കുറച്ച് ഒതുങ്ങ്. പ്രാർത്ഥിച്ച് ജീവിക്കാൻ നോക്ക്, മരുന്നും കഴിച്ച് ജീവിക്കാൻ നോക്ക്. എന്നിട്ട് കുറെ ന്യായം അടിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ 1 മാസം മുമ്പ് ഞാൻ അസുഖം വന്നപ്പോൾ നിർത്തിയതാണ്. സബ്സ്ക്രിപ്ഷൻ. അതിനുശേഷമുള്ള കാര്യം ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അതിന് മുമ്പ് ആടിയനെ പറ്റിയല്ലേ ഇവിടെ സംസാരിക്കുന്നത് അല്ലേ? ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കണ്ടു. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ. അതെ, നിന്നെ വെറുതെ വിട്ടേക്ക്. നീ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടാൽ മതി. പിന്നെ രണ്ടാമത്തെ ദിവസം നീ ചത്താൽ പോലും ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കുന്നില്ല. കിച്ചു, നീ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ആവശ്യമില്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. നീ പ്രതികരിക്കാൻ പോലും പോകരുത്. ഈ ഒരാളുടെ വേണ്ടി, ഈ രേണുവിന് വേണ്ടി നീ പ്രതികരിക്കാൻ പോലും പോകരുത്. കാരണം നിന്റെ എനർജി വേസ്റ്റ്. നിനക്ക് പേരുദോഷം വരുത്താൻ വേണ്ടി പല പരിപാടിയും നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ പറയുന്നത് നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ അറിയാം, അതൊക്കെ പുറത്തു വിടുക. എന്തറിയാൻ പുറത്തു വിടുന്നതാണ്? അവൻ റൂമിൽ വർഷങ്ങളായിട്ട് നീ ഒരു കാര്യമില്ലാതെ റൂമിനകത്ത് കെട്ടിപ്പിടിച്ച് കിടന്നതാണോ? അതോ ലഹരിയിൽ അടിമയായി പോയതോ? ആ സമയത്ത് ലഹരിയായിട്ട് ഉപയോഗിച്ച് കുറച്ചു നാൾ അവർ റൂമിലൊക്കെ കെട്ടിപ്പിടുത്ത് കമ്പ്യൂട്ടറും ജീവിതമായിട്ട് മുന്നേ പോയതോ? അതാണോ പറയുന്നത്? അതോ ഇനി അത് കഴിഞ്ഞിട്ട് വാരിയടിച്ച് പയ്യന്മാരുമായിട്ട് കറങ്ങി തിരിഞ്ഞു നടന്നതും അതിനെ പറ്റിയാണോ പറയുന്നത്? നീ പറയാൻ പോകുന്ന ഇതൊക്കെ ആയിരിക്കും, ലഹരിയും അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും. ഇതൊക്കെ ആയിരിക്കുമല്ലോ പറയാൻ വരുന്നത്. തല പോണ കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലേ? ഇതൊക്കെ മുന്നേ തന്നെ അവൻ തന്നെ പറഞ്ഞ കാര്യമല്ലേ? അവന്റെ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കൂടി പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുണ്ടായ സാഹചര്യങ്ങളും ഇപ്പോൾ അവൻ എങ്ങനെയാണ്, പണ്ട് എങ്ങനെയാവട്ടെ, ഇപ്പോൾ അവൻ എങ്ങനെയാണ് അത് നോക്കിയാൽ പോരെ? ഇപ്പൊ അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ആരെയും മോശമെന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ മാന്യമായിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ വെച്ച് മാന്യമായിട്ട് ജീവിക്കുന്നു. അതല്ലേ നോക്കേണ്ടത്? പിന്നെ ഇനി ഭയപ്പെടുത്തി ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കിച്ചു, നീ നോക്കിയും കണ്ടും ജീവിച്ചോ. ഇത് അസൂയ കൊണ്ടുള്ള സംഭവങ്ങളാണ്. കാര്യം നിനക്ക് 10 പൈസ നിന്റെ കയ്യിൽ വരുമാനം വന്നു തുടങ്ങി. നിന്റെ കയ്യിൽ പൈസ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് നീ ഇതിലൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, റിതപ്പന് ഇത്രയും പൈസ കിട്ടി നീ ഒരു പേനയും വാങ്ങിച്ചു, ഒരു എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോന്നൊക്കെ. അവന് പോവുകയും ചെയ്ത് അവന്റെ അനിയനെ വിളിച്ചുകൊണ്ട് പോവുകയും, റിതപ്പൻ എന്ന് പറഞ്ഞാൽ അവന്റെ അനിയനെ വിളിച്ചുകൊണ്ട് ലുലു മാളിൽ പോവുകയും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതൊക്കെ നീയാണോ? അവനല്ലേ ചെയ്തത്? കിച്ചു അല്ലേ ചെയ്തത്? അതെല്ലാം ചെയ്ത് ഇപ്പൊ 2 ദിവസം മുമ്പ് വന്നപ്പോഴത്തേക്ക് അവനെ വിളിച്ചുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ഇല്ലേ? അതൊക്കെ അവന്റെ പൈസക്കല്ലേ? അത് നീ കൊടുത്ത പൈസക്കാണോ ചെയ്തത്?
എന്തോന്ന് ന്യായമില്ലാത്ത കാര്യം. അതൊക്കെ അന്ന് അവൻ വീഡിയോ എടുത്ത് ഇട്ടത് കൊണ്ട് നാട്ടുകാർക്കെങ്കിലും മനസ്സിലാവും. ഇല്ലെങ്കിൽ നീ പറയണത് അതൊക്കെ വിശ്വസിക്കേണ്ടി വന്നാൽ. മനസ്സിലാവുന്നുണ്ടോ? അരിയാഹാരം തന്നെ എല്ലാരും തിന്നുന്നത്. നല്ല എരിവും പുളിയൊക്കെ വെച്ച് തന്നെയാണ് തിന്നുന്നത്. നിന്നെ പോലെ വാ തുറക്കുന്ന കള്ളം പറയാൻ വേണ്ടി മാത്രം ആവരുത്. നീ വാ തുറക്കുന്നതേ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ്. നീ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കള്ളങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഒരെണ്ണം സത്യമില്ല. ഇപ്പൊ ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം മാത്രമാണ് ഇപ്പൊ കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം. മനസ്സിലായില്ലേ? അത് ഈ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതുപോലും നിന്നെ പറ്റി വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം നീ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാടൊന്നും നിന്നെ പറ്റി പറഞ്ഞ എനർജി കളയാനും താല്പര്യമില്ല. കാര്യം നീ ഇങ്ങനെയാണ്. നിനക്ക് ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ചങ്കളെ, എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ, നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇവിടെ ഈ പറയുന്ന ന്യായങ്ങളാണോ? അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തും. അതൊന്ന് കാണാൻ വേണ്ടിയാണ്. കാര്യം നമ്മൾ ഇത്രയും കിടന്ന് അലച്ചതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുമല്ലോ. അതുകൊണ്ട് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റുമായി കാണാം. ബൈ.